അസ്സലാമലൈക്കും. ഇറ്റ്സ് മീ ഹലന സിഗീസി ഹോംക്ക്. മോൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടൊന്നുമില്ല നമുക്ക് ബർത്ത്ഡേക്ക് പോകണമെന്ന്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് എനിക്ക് വന്നത് മക്കളെ പ്ലാനറ്റോറിയത്തിൽ കൊണ്ടുപോകണം എന്നാണ്. മൂത്താളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്ലാനറ്റോറിയം എത്തിയിട്ടുണ്ട്. നാസിക്ക് ഒരു 4:30 ആകുമ്പോൾ വന്നു. അങ്ങനെ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് 5 മണിക്കാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ 5 മണിക്കാണ് നമുക്ക് പ്ലാനറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറണമായിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഇത്ര ആൾക്കാരൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഒന്നാമത് വെക്കേഷൻ ആയതുകൊണ്ട് അതിൻ്റെ ആൾക്കാരും എന്തായാലും കാണുമല്ലോ. അപ്പം എന്തായാലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ 5 വർഷത്തിന് ശേഷമാണ് പ്ലാനറ്റോറിയത്തിൽ ഒന്നുകൂടെ പോകുന്നത്. ചില കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ട്രിപ്പ് പോലെ ഇവിടേക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. കാരണം ഇവിടെ സയൻസ് ഫിക്ഷനായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവം ഉള്ളതാണ്. അപ്പം എന്തായാലും നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. മോന് എന്താ പറയുക, കുറച്ച് നേരം ഇങ്ങനെ അടങ്ങിയൊക്കെ ഇരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഫുള്ള് തറകാണ്ട് പോവാതിങ്ങനെ പറയുകയാണ്. കാരണം ഇരുടാവും. ഇനി ഇത് ഫുള്ള് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഫുള്ള് കണ്ട്, അതായത് രാത്രി കാലങ്ങളിൽ ആകാശം അതാണ് അവിടെ ഫുള്ള് കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ 3Dയിലേക്കാട്ടോ പോയത്. 3D ഷോ നമുക്ക് 5:30 ആയിരുന്നു. അപ്പോൾ അത് കഴിയാൻ തന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് സമയം എടുത്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക മിറർ മാജിക്കാണ് കേട്ടോ. ഒരുപാട് മിറേഴ്സ് ഉണ്ട്. ഓരോന്നിലും നമുക്ക് ഓരോന്ന് പോലെ തന്നെ ആയിരിക്കും നമ്മളെ കാണപ്പെടുന്നത് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ. ഒന്നുകൂടെ എന്താ പറയുക, ഇതൊക്കെ ഒരു കുട്ടികളെ കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറയുമ്പം ഇതൊക്കെ ഒരു രസം തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്ലാനറ്റോറിയത്തിലൊക്കെ പോവാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മളെ മക്കളൊക്കെ ആയിട്ട് നിങ്ങൾക്കും ശരിക്കും എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാൾ കൂടുതൽ ഇന്നലെ അവിടെ കൂടുതലും വലിയവരാണ് കേട്ടോ ഉള്ളത്. ഇത് ഞാൻ ഹൈലൈറ്റ് മോൾ പോയപ്പം ഒരിക്കലും പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ തന്നെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് മറന്നുപോയി ഇങ്ങനെയൊക്കെ കണ്ടത്. പിന്നെ കണ്ടത് നല്ലൊരു വലിയ കിണറാണ്. എല്ലാത്തിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ള നോട്ട് അതിൻ്റെ തൊട്ട് മേലെ തന്നെ ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കത് നോക്കിയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. വിത്ത് എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചു തരുന്നത് എല്ലാം തന്നെ. പിന്നെ നല്ല റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ചെയറാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പടപടാന്ന് പറഞ്ഞ് നമുക്ക് തിരിയാൻ പറ്റുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സയൻസാണ് കേട്ടോ. സയൻസിൻ്റെ ഒരു ഉള്ളിലോട്ടുള്ളതാണ്. സയൻസ് ഫിസിക്സ് അങ്ങനെ എല്ലാം ഇത് തോന്നുന്നു. പിന്നെ പഠിച്ചതൊക്കെ ഫുള്ളായിട്ട് ടച്ച് വിട്ട് പോയത് കൊണ്ട് എന്താണ് ഏതാണെന്നൊന്നും അറിയൂല. പിന്നെ മക്കളെ മോൻ്റെ കൂടെ മോനിങ്ങനെ ഓരോന്നും നോക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൈ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തേക്ക് നമ്മളെ കൈ ഇങ്ങനെ കാണാൻ പറ്റും. മോൻ്റെ കൈയാണ് കേട്ടോ. 2 ഇങ്ങനെ പൊന്തി വരുന്നത് ഇതിൻ്റെ കൈയാണ്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്രയും എന്താ പറയുക, അതിനുള്ളിൽ നാസിക്കും പറയുന്നുണ്ട് ഉള്ളിൽ കയറിയിട്ട് സമയം പോയത് അറിയാം. ഇത് കണ്ടോ, ഇത് പണ്ട് എനിക്ക് ഭയങ്കര ഹരമായിരുന്നു കേട്ടോ. നമ്മൾ ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഏരിയ ആണ്. പിന്നെ അക്വാ ലൈഫ് കോർണർ എന്ന് പറഞ്ഞിട്ട് ഫുൾ മീനുകൾ, എന്ത് രസമാണെന്നറിയാം കാണാൻ. അതിനുള്ളിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു ഓഷ്യൻ ലുക്ക് കേട്ടോ. അതായത് ഒരു ഉള്ളോട്ട് ഇങ്ങനെ പോയിട്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടുത്തെ ഫീ കാര്യങ്ങളൊക്കെ വരുന്നത്, ഇതിപ്പോൾ നമ്മൾ 90 രൂപേൻ്റെ ടിക്കറ്റാണ് എടുത്തത്. പ്ലാനറ്റോറിയം മാത്രം ആണെങ്കിൽ നമുക്കുള്ളിൽ പാർക്കാണ് തോന്നുന്നു. പാർക്കിനാണെങ്കിൽ 10 രൂപ, പിന്നെ അല്ലാത്തത് 30 രൂപ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. 3D വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ ഉണ്ടാവത്തില്ല. ഇനിയിപ്പോൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് 90 രൂപ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നല്ല രസമില്ലത്, നമ്മൾ എന്താ പറയുക, ഒരു ബീച്ച്, നമ്മളൊരു കടലിൻ്റെ ആ ഒരു ഇതാണ് പോസ്റ്ററാട്ടോ കാണിച്ചെന്ന്. നല്ല രസമുണ്ട്. പിന്നെ പുറത്ത് ഒരുപാട് ഇങ്ങനെ പാർക്ക് പോലെ നമുക്ക് ഇരിക്കാനും ഊഞ്ഞാലാടാനും കുട്ടികൾക്ക് ഒരുപാട് എക്സസൈസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ഇവിടെ പുറത്ത് തന്നെ ഉണ്ട്. പിന്നെ നമ്മളതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് പോവാണ് കേട്ടോ. ഞാൻ ക്യാമറ പിടിച്ചപ്പോൾ ആൾ വേഗം പോയതാണ്. അങ്ങനെ ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹൈലൈറ്റ് മോളിലേക്കാണ് കേട്ടോ. അപ്പം ആളുടെ 2 കാര്യം പറയുന്നത്, പ്ലാനറ്റോറിയം എൻ്റെ സെലക്ഷനാണ്. പിന്നെ മോനിക്ക് ഹൈലൈറ്റ് മോൾ പോകണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ സ്നോ ഫാൻറ്റസി കയറണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആൾക്ക് 2 ദിവസം മുന്നേ തന്നെ ബർത്ത്ഡേ പ്രമാണിച്ച് പനിച്ചത് കൊണ്ട് സ്നോ ഫാൻറ്റസി നമ്മളിപ്പം കട്ട് ചെയ്തിട്ട് മോനിക്ക് ചാടി കളിക്കുന്ന അതുണ്ടല്ലോ ബൗൺസിൻ്റെ, അതിൽ കയറണം എന്ന് പറഞ്ഞ് അങ്ങനെ അതിൽ കയറ്റിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ എന്തെന്നായാലും നമ്മൾ ഈവനിങ്ങിൽ ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ചോറുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിച്ച് മോനിക്ക് നെയ് റോസ്റ്റ് വാങ്ങിക്കൊടുത്ത്, ആൾക്ക് പനി ആയതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഇത്തിരി ഒരു ഗ്ലാസ് ഇട്ട് എനിക്ക് തോന്നുന്നു 1/2 ഗ്ലാസ് കഞ്ഞി കുടിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഇയാളും കൂട്ടത്തിൽ കുറച്ച് കഴിച്ച് ഞാനൊരു മസാല ദോശയും നാസിക ലോഡഡ് ഫ്രൈസും ആണ് കേട്ടോ വാങ്ങിയത്. ചിക്കൻ്റെ എല്ലാം
പ്ലെയിനാണ്. നമ്മൾ ആലൂപൂരി അവിടെ നിന്ന് വാങ്ങിയതാണ് ഹൈലൈറ്റിൽ തന്നെ. പിന്നെ ആൾ കുറച്ച് സ്റ്റേജിൽ കയറി ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് നമ്മൾ നേരെ പിന്നെ ബൗൺസിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ഒരുപാട് ആദ്യമായിട്ടാണ് എൻ്റെ ചെറിയ ആൾ അവിടേക്ക് പോകുന്നത് കേട്ടോ. അപ്പം ആൾക്ക് അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൂത്ത ആളുള്ളത് കൊണ്ട് തന്നെ അവനാണ് ഇവനെ നോക്കിയത്. എനിക്ക് അതിലൂടെ നടക്കുമ്പോൾ എന്താ പറയുക, ഞാൻ അതിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നടക്കുമ്പോൾ പേടിയാവുക, പ്രഗ്നൻ്റ് ആണല്ലോ. ഇനി ഞാൻ ഇളകിപ്പോയിട്ട് ഇനി വീട് പോയാലോ, കാരണം കുട്ടികളൊക്കെ ഓടി കളിക്കുകയാണ്, ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് കളിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഉന്തിട്ട് പോയാലോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്തെന്തായാലും നമ്മൾ കുറച്ച് നേരം അവരവിടെ എക്സ്പ്ലോർ ചെയ്ത്, എനിക്ക് തോന്നുന്നു നമ്മളൊരു 8:05 നമ്മൾ 7:35 കയറി അരമണിക്കൂറിൻ്റെ അടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ ബേബി കെയറിലാട്ടോ പോയത്. ബേബി കെയർ പോയിട്ട് എനിക്ക് നല്ല ഓഫർ ഉണ്ട് കേട്ടോ അവിടെ. എല്ലാ കുപ്പിക്കും കാര്യങ്ങൾക്കും നമ്മൾ ഫീഡിങ് ബോട്ടിലിനും കുട്ടികളെ എല്ലാ ഐറ്റംസിനും ഓഫറുണ്ട്. അപ്പം ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ പോയിക്കോളി. ബേബി കെയറിൽ ഹൈലൈറ്റ് മോളിൽ നല്ല ഓഫറും കാര്യങ്ങളുണ്ട്. പിന്നെ ആൾക്ക് നമ്മളെ വക ചെറിയ 2 ബർത്ത്ഡേ ഗിഫ്റ്റ്, 2 കാറ്. കാറ് പ്രാന്തനാണ് കേട്ടോ. എന്ത് വേണമെന്ന് ചോദിച്ചാലും കാറ് വേണമെന്നേ പറയുള്ളൂ, വേറെ ഒന്നും എനിക്ക് വേണ്ട. കണ്ടോ, കുട്ടികളുടെ ടോയ്സിനും കാര്യത്തിനും ഒക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കാണാം. അപ്പം അത്രയുള്ളൂ നമ്മൾ കുഞ്ഞു വ്ളോഗാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.